ചേട്ടാ, കൽപ്പറ്റ ടി സിദ്ദീഖ് നിൽക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ ഒരു ചെറിയൊരു പണി നടക്കുന്നുണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു, UDF ചെറിയൊരു ചർച്ച. അതേപോലെ കായംകുളത്ത് പ്രതിഭ നിൽക്കില്ല എന്നും നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ മറിച്ച് ആര് എന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. കൽപ്പറ്റ നമ്മൾ ചെറിയൊരു സൂചന കൊടുത്തു, പക്ഷെ അത് സത്യമാണോ? കൽപ്പറ്റയിൽ ഇപ്പോൾ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ പുതിയ ഉമ്മൻചാണ്ടി ഗ്രൂപ്പും, അതായത് പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ഗ്രൂപ്പും പഴയ ഗ്രൂപ്പിലുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു വടംവലിയാണ് കൽപ്പറ്റയിൽ നടക്കുന്നത്. കൽപ്പറ്റയിൽ എങ്ങനെയെങ്കിലും സിദ്ദിഖിനെ മാറ്റണം, സിദ്ദിഖിനെ മാറ്റി സിദ്ദിഖിനെ ഒരു മൂലയിലിരുത്തണം. കോഴിക്കോട് ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്ത് സിദ്ദിഖിനെ തോൽപ്പിക്കണം. കാര്യം പാർട്ടിയിൽ സിദ്ദിഖിനെക്കാളും സീനിയാരിറ്റി ലെവലിൽ ഷാഫി പിറകിലാണ് നിൽക്കുന്നത്. ശ്രേയംസ് കുമാറിനെ തിരിച്ചു കൊണ്ടുവരണം. എവിടെ? UDF കൊണ്ടുവരണം. അങ്ങനെ UDF കൊണ്ടുവരണമെങ്കിൽ അതിന് സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് കൊടുക്കണം. കൽപ്പറ്റ വയനാട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ശ്രേയംസ് കുമാർ അവർ അച്ഛൻ്റെയൊക്കെ കുറേ സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് വയനാട്. അവർക്ക് ഏക്കർ കണക്കിന് ഭൂമിയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വയനാട് ഈസി ആയിട്ട് അദ്ദേഹം ജയിക്കും. ആര്? ശ്രേയംസ് കുമാർ. അങ്ങനെ സേഫ് സോണിൽ ഒരു സീറ്റും കിട്ടി മന്ത്രിയാവാം. UDF അങ്ങനെ ഒരു മന്ത്രി മോഹം കൂടെ ഒരു ഓഫറിങ് എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ കോൺഗ്രസിന് ഇങ്ങനെ ഒരു അവർക്ക് അതിൻ്റെ ഇടയിലുള്ള പഴയ ഗ്രൂപ്പിൽ ഇപ്പോൾ ഷാഫിയും പിന്നെ രാഹുലും ഇപ്പോൾ സതീശൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. സതീശൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ സതീശന് ഈ പറയുന്ന പോലെ എങ്ങനെയായാലും ഇപ്പോൾ സിദ്ദിഖ് ജയിച്ച സിദ്ദിഖിന് ഒരു മന്ത്രി ആവേണ്ടി വരും. സിദ്ദിഖിനെ ചിലപ്പോൾ മന്ത്രിയാക്കേണ്ടി വരും. സിദ്ദിഖ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് ഇപ്പോൾ എന്താ ചെയ്യണേ? സിദ്ദിഖ് ഈ പഴയ ഗ്രൂപ്പിലുള്ളവരെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ്റെ കൂടെ നിൽക്കുവാണ്. സിദ്ദിഖ്, ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ, പിന്നെ ആൻഡോ ആൻ്റണി, ബെന്നി ബെഹനാൻ, KC ജോസഫ്, ഇങ്ങനെ പഴയ ടീമിലുണ്ട്. MM ഹസൻ. അല്ല, അത് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ ഫേസ്ബുക്കില് ചാണ്ടി ഉമ്മന് നല്ലൊരു, തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ തീർച്ചയായിട്ടും അല്ല, അവര് ഒരുമിച്ച് നിൽക്കുവാണ്. കാര്യം അദ്ദേഹത്തിന്റെ മകൻ എന്ന രീതിയിൽ ചാണ്ടി ഉമ്മനെ പൊക്കിക്കൊണ്ടുവരേണ്ടത് അവരുടെ ആവശ്യമാണ്. കാര്യം മക്കൾ രാഷ്ട്രീയത്തിൽ മുരളീധരനെ ഒരു പരാജയമാണ്. അപ്പോൾ മുരളീധരനെ ഒരു പരാജയമാവുമ്പോൾ ഒരാളെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അവരെയും കൂടെ ആവശ്യമായതുകൊണ്ട് അവർ ഈ പറയുന്ന രീതിയിൽ. അതുപോലെ സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് സിദ്ദിഖ് വളരെ കഷ്ടപ്പെട്ടൊരു നേതാവാണ്. സിദ്ദിഖിനെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആൾ SDPI ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് SDPIയിൽ നിന്നാണ് സിദ്ദിഖിനെ കൊണ്ടുവരുന്നത്. സിദ്ദിഖ് തീവ്രവാദി മുസ്ലിം സംഘടനയിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നിന്നാണ് സിദ്ദിഖിനെ കൊണ്ടുവരുന്നത്. സിദ്ദിഖിൻ്റെ ഫാമിലി ലൈഫിലേക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ആദ്യ ഭാര്യയ്ക്ക് വയ്യാതായി, സിദ്ദിഖ് ആ സ്ത്രീയെ ഉപേക്ഷിച്ചു, ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് രണ്ടാമത് വിവാഹം കഴിച്ചു. സിദ്ദിഖിനെതിരെ വേണ്ടാത്തതുമായ അലിഗേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെക്കാളും ജൂനിയറായ ഈ പറയുന്ന രീതിയിൽ ഷാഫി കയറി കിളച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിനെ ഒതുക്കുക എന്നുള്ളത് ഷാഫി അടങ്ങുന്ന ഗ്രൂപ്പിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനൊരു മറുതന്ത്രം എന്ന രീതിയിൽ VD സതീശനെ ഉപയോഗിച്ച് ശ്രേയംസ് കുമാർ മുന്നണിയിലേക്ക് ഒരാൾ ഇതാ വരുന്നു, JDU വരുന്നു, അതായത് വീരേന്ദ്രകുമാർ പക്ഷം വരുന്നു എന്ന് കാണിക്കുകയും ചെയ്യാം, ഇദ്ദേഹത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യാം, അങ്ങനെ അവിടെ മത്സരിപ്പിക്കാം. അത് ആ രീതിയിലൊരു ഓപ്പറേഷൻ നടത്താവുന്നൊരു തീരുമാനമാണുള്ളത്. അത് എത്രത്തോളം വിജയമാകുമെന്നറിയില്ല. എന്തായാലും പാർട്ടിയിൽ ബലാബലമാണ്. ഷാഫി ഒരു പടിയിൽ മുന്നിലാണോ എന്ന് വരെ, സിദ്ദിഖിനേക്കാളും മേളിലാണോ എന്ന സംശയം വരെ നമുക്കുണ്ടാവുന്നുണ്ട്. അത് ആ വിഷയം. പിന്നെ കായംകുളത്ത് ഇപ്പോൾ പ്രതിഭ എന്ന പിന്നെ വലിയ പ്രശ്നക്കാരിയായിട്ടാണ് നിൽക്കുന്നത്. പാർട്ടിക്കകത്ത് സലാമിനും അല്ലാത്തവർക്കും ഒക്കെ വിഷയമായിരിക്കും. ആ കായംകുളം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയ്ക്കകത്ത് പെട്ട ആലപ്പുഴയെ പ്രശ്നമാണ്. ആലപ്പുഴയെ വിഭാഗീയതയുടെ അങ്ങേയറ്റമാണ്. സലാമും സുധാകരൻ ഇന്ന് കൊമ്പ് വെച്ച ഒരു വർത്താനം പറയുമെങ്കിൽ നാളെ വേറൊരു കൊമ്പ് വെച്ച വർത്താനം സലാം പറയും. അങ്ങനെ സുധാകരനെ സംബന്ധിച്ച് സുധാകരന് ഐസക്ക് തുടങ്ങിയിട്ടൊക്കെ എന്ന് മുതൽ ആലപ്പുഴ ജില്ല ഈ പറയുന്ന സജി ചെറിയാൻ്റെ കയ്യിൽ നോക്കാനായിട്ട് ഏൽപ്പിച്ചോ അന്ന് മുതൽ ഈ ആലപ്പുഴ CPM എന്ന് പറയുന്നത് തകിടം പറഞ്ഞിരിക്കുക. അപ്പോൾ കായംകുളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കായംകുളത്ത് ഈ പറയുന്ന രീതിയിൽ പ്രതിഭയെ മാറ്റിയാൽ ആരെ നിർത്തുമെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ CS സുജാതയെ കൊണ്ടുവരും എന്നൊരു വർത്തമാനം പറയുന്നുണ്ട്. CS സുജാത പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. അതായത് CC അംഗമാണ് CS സുജാത. CS സുജാത ഒരു ലോകസഭയിൽ മത്സരിച്ചിട്ടുണ്ട് 1-2 തവണ. അവർ MP ആയിട്ടുണ്ട്. സുധീറിനെയൊക്കെ അവർ തോപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവർ തോറ്റിട്ടുമുണ്ട്. അപ്പോൾ CS സുജാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS പക്ഷക്കാരിയായ ഒരു നേതാവാണ്. ആലപ്പുഴയിൽ നിന്ന് VS പക്ഷത്തെ എന്ന് വന്ന ഒരു നേതാവാണ്. അവരിപ്പോൾ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. അവരെ
മത്സരിപ്പിച്ചാൽ ഒരു വേള LDF ഭരണത്തിൽ വന്നാൽ അവർ മന്ത്രിയാക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു സ്ഥാനം മോഹിച്ച് വരുന്നവരാണ് കായംകുളത്തും. അല്ല ഇവിടെ സുജാത സ്ഥാനം മോഹിച്ച് വരുന്നതല്ല. പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പം കായംകുളത്ത് BJPക്ക് ആരാ മത്സരിക്കാൻ പോണേ? ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ മത്സരം നല്ല കടുത്ത മത്സരമായിരിക്കും. UDF സ്ഥാനാർത്ഥി അവിടെ ആരായിരിക്കും? UDFന് കായംകുളത്ത് ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു ചിത്രം ഇതുവരെ വന്നിട്ടില്ല. കായംകുളത്ത് ആരെ നിർത്തും? അവിടെ ലിജുവിനെ ശോഭ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ കടുത്ത മത്സരം ഉണ്ട്. അപ്പൊ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥി അത്രയും മുഖപരിചയമുള്ള ആളായിരിക്കണം. ഒരു ത്രികോണ മത്സരം ഉണ്ടാവാനുള്ള സാധ്യത അത് ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും. കാര്യം ലിജുവിനെ നിർത്തിയാൽ ലിജു അമ്പലപ്പുഴ മത്സരിച്ച് എത്രയോ തവണ തോറ്റതാണ്. ഇനിയിപ്പോൾ കായംകുളത്ത് അവർക്കൊരു പുതിയ സ്ഥാനാർത്ഥി ഇപ്പോൾ ആരെ നിർത്താനാ? ഇപ്പോൾ MM ഹസൻ എന്ന് പറഞ്ഞ ഒരു പഴയ പടക്കുതിരയാണ്. അദ്ദേഹത്തിനെ എങ്ങനെ നിർത്തും? അദ്ദേഹത്തിന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കായംകുളത്ത് കണ്ടെത്താനായിട്ട് കോൺഗ്രസ് നല്ലവണ്ണം ശ്രമിക്കേണ്ടി വരും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ ത്രികോണ മത്സരമാകും. കാര്യം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഈ ലോക്സഭാ ഇലക്ഷനിൽ കായംകുളത്ത് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയല്ല. അവർക്ക് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. അവർ ആ വോട്ട് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നിയോജക മണ്ഡലം, ആലപ്പുഴ നിയോജക മണ്ഡലം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ എന്തോ പറയുന്ന ആലപ്പുഴയിൽ ഈ പറയുന്ന കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്താണ് വന്നത്. അപ്പോൾ അങ്ങനെ ഇതുവരെ നമുക്ക് ഈ കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞ പ്രതിഭയെ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരാണ് CPMന്റെ കാൻഡിഡേറ്റ് എന്നൊരു ചിത്രം പോലും നമ്മുടെ മനസ്സിൽ പോയില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പിന്നെ പ്രതിഭയുടെ പേര് പറഞ്ഞപ്പോൾ നമുക്ക് സുജാതയുടെ പേര് നമുക്ക് ഓർമ്മയിലേക്ക് വന്നില്ല. എന്നാൽ ഇപ്പോഴും കോൺഗ്രസിന് ആരായിരിക്കും അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഒരു ചിത്രം പോയിട്ടില്ല. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ വളരെ പിന്നെ അടുക്കും ചിട്ടയോട് കൂടി അവർ നീങ്ങിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല കാൻഡിഡേറ്റിനെ, കാര്യം സ്ത്രീകൾ മത്സരിക്കുമ്പോൾ സ്ത്രീകളെ തന്നെ ഒരു മഹിളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടെ പ്രതീക്ഷിക്കണം. അതെ, അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡി വേണം. അതെ, അതിന് ആലപ്പുഴ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കഴിയും. അപ്പോൾ കായംകുളത്ത് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി നമുക്ക് പ്രതിഭയുടെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ആരായിരിക്കുമെന്ന് സുജാതയുടെ നമുക്ക് വന്നില്ല. എന്നാൽ അവിടെ ഷാനിമോൾ ഉസ്മാൻ എന്നൊരു കോൺഗ്രസ് നേതാവുണ്ട്. മുസ്ലിം വോട്ട് ഉള്ള ഒരു ഏരിയയും കൂടെയാണ് കായംകുളം. ഹിന്ദു വോട്ട്, SNDP വോട്ട്, NSS വോട്ട് മാത്രമല്ല, അവിടെ ഈ പറയുന്ന പോലെ ഒരു മുസ്ലിം ബെൽറ്റും കൂടെ ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഷാനിമോൾ ഉസ്മാനെ ചിലപ്പോൾ നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ത്രികോണ പോരാട്ടത്തിന് സാധ്യതയുണ്ട്. കാര്യം BJPക്ക് കിട്ടുന്ന വോട്ട്, CPMന് കിട്ടുന്ന വോട്ട്, ഷാനിമോൾക്ക് കിട്ടുന്ന കോൺഗ്രസ് വോട്ട്, അതൊരു ബലാബലം തന്നെ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഇതായിരിക്കും കായംകുളത്തെ ചിത്രം. ഇതാണെങ്കിൽ മത്സരം നല്ല ചൂട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ, CS സുജാത, ഷാനിമോൾ ഉസ്മാൻ, ഇങ്ങനെ 3 തീപ്പൊരികളായിരിക്കും കായംകുളത്ത് മാറ്റുരയ്ക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഒരു നിഗമനം, നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ.